നല്ല പഴുത്ത പഴഞ്ചക്കയാണ് ഞാൻ ഇതേപോലെ എടുത്തിട്ടുള്ളത്. അത് കുരു എല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ പൊടി പോലത്തൊക്കെ കളഞ്ഞെടുക്കണം. പിന്നെ മധുരം കുറവാണെങ്കിൽ 2 ആണി ശർക്കരയും ഇതേപോലെ നമുക്ക് തേങ്ങാക്കൊത്തും കൂടെ എടുക്കണം. 2 ആണി ശർക്കര എടുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നല്ല മധുരമുള്ളതാണെങ്കിൽ ഈ ശർക്കരയുടെ ആവശ്യമില്ല. പിന്നെ ഇതേപോലെ നമുക്ക് ചക്ക നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് മൈദപ്പൊടിയും ആട്ടപ്പൊടിയും കൂടെ കൂട്ടിയിട്ടാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. നമ്മളൊരു 3/4 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് ആട്ടപ്പൊടി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മളിതിന് അളവൊന്നുമില്ല. ചക്ക നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം ഈ ചക്ക അരച്ചെടുക്കാനായിട്ടും. ഇതേപോലെ കുഴച്ചെടുക്കണം. അത് നല്ല ലൂസായി പോവുകയും ചെയ്യരുത്, ഓവർ തിക്കും ആവരുത്. നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിത് ഈ ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതേപോലെ എള്ള് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇതേപോലെ തേങ്ങാക്കൊത്തും കൂടെ പിന്നെ 3-4 ഏലക്കായും കൂടെ ചതച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ അപ്പക്കാരൊന്നും ഇട്ട് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. നമ്മൾ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ വീണ് കിട്ടണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇതേപോലെ ഇട്ടു. ഞാൻ സ്പൂൺ കൊണ്ടാണ് ഇട്ടിട്ട് കുഴയ്ക്കുന്നത് മാത്രം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നാൽ തന്നെ നല്ല രീതിക്ക് നമുക്കിത് കിട്ടുള്ളൂ. ഇതേപോലെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ചീനച്ചട്ടിയിലാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ സ്പൂണ് കൊണ്ട് വേണം ഇതേപോലെ കോരിയിട്ട് കൊടുക്കാനായിട്ട്. സ്പൂണൊന്ന് ജസ്റ്റ് നമുക്ക് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ഇതേപോലെ കോരിയെടുക്കാനായിട്ട്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പൂണിൽ നിന്ന് അത് വിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് സ്പൂൺ കൊണ്ട് കോരിയിട്ട സ്പൂൺ ഇതേപോലെ ഗ്ലാസ്സിൽ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം. അത്